വാട്സ്ആപ്പ് യൂട്യൂബ്. അപ്പം ഇതാണ് നമ്മുടെ പുതിയ ബൈക്ക്, ടി വി എസിൻ്റെ അപ്പാച്ചെ RTR 310 RC390 റീപ്ലേസ് ചെയ്ത് ഞാൻ വാങ്ങിച്ച പുതിയ ട്രാക്ക് ബൈക്ക്. അപ്പം ഒരുപാട് പേർക്ക് ഇതൊരു സർപ്രൈസ് ആയിരിക്കും എന്ന് എനിക്കറിയാം. ബിക്കോസ് KTM RC390 ഞാനൊരു ചേഞ്ച് ചെയ്യുന്നു എന്ന് പറഞ്ഞപ്പം അത് ഇതുപോലൊരു ബൈക്കായിരിക്കുന്നു ഒരുപാട് പേര് എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടാവില്ല എന്നറിയാം. ഈ ഒരു വീഡിയോയിൽ ആക്ച്വലി ഞാൻ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈ ഐ ചോസ് ദിസ് ബൈക്ക്, എന്തുകൊണ്ടാണ് ഞാൻ ഈ ഒരു ബൈക്ക് ചൂസ് ചെയ്തത്, പിന്നെ എന്തൊക്കെയാണ് എൻ്റെ ബാക്കി ഓപ്ഷൻസ് എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഒബ്വിയസ്ലി ഒരു ട്രാക്ക് ബൈക്ക് എന്ന നിലയിൽ ഒരു ട്രാക്ക് ബൈക്കിൻ്റെ ഫീച്ചേഴ്സൊക്കെ ഉണ്ടായിരിക്കണം. പക്ഷേ അതിന് മുമ്പായിട്ട് ആക്ച്വലി ഞാൻ വിചാരിച്ചു ഇത്തവണ വാങ്ങുന്ന സമയത്ത് ഒരു ഗുഡ് ലുക്കിംഗ് ബൈക്ക് എന്തായാലും ഒന്ന് നോക്കി വാങ്ങാമെന്ന്. അപ്പം അങ്ങനെ മനസ്സിൽ വന്ന ബൈക്കുകളിൽ നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ RTR 310 എന്ന് പറയുന്നത് വളരെ ഒരു ബ്യൂട്ടിഫുൾ ലുക്കിംഗ് ബൈക്കാണ്. പിന്നെ ഇതിൻ്റെ തന്നെ ഒരു യെല്ലോ കളർ വേരിയൻ്റാണ് ഞാൻ ഈ ചാനൽ റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നത്. യെല്ലോ ആക്ച്വലി കാണാൻ നല്ല ഭംഗിയാണ്, പക്ഷേ നമുക്ക് ബ്ലാക്കിനോട് കുറച്ചുകൂടി ഒരു താല്പര്യമുള്ളതുകൊണ്ട് ഞാൻ ഈ ഒരു കളർ എടുത്തത്. അപ്പം ഈ ഒരു കളർ എങ്ങനെയുണ്ട് എന്നുള്ളത് പറയാം. 3 കളർ വേരിയൻ്റാണ് ആക്ച്വലി ഉള്ളത് ഈ ഒരു ബൈക്കിന്. യെല്ലോ ഉണ്ട്, ഇതുപോലെ ഒരു ബ്ലാക്ക് കളറുണ്ട്, പിന്നെ TVS റേസിങ്ങിൻ്റെ ഒരു കളറുമുണ്ട്. അങ്ങനെയാണ്. പിന്നെ കുറച്ചുകൂടെ ഡീറ്റെയിൽസ് തരികയാണെങ്കിൽ ഈ ഒരു ബൈക്ക് ഡൈനമിക് പ്രോ കിറ്റും കൂടെയുള്ള ഒരു ബൈക്കാണ്. അതായത് ഇത് ഫുൾ ഓപ്ഷൻ ബൈക്ക് എന്ന് വേണമെങ്കിൽ വിളിക്കാം. 3 വേരിയൻ്റ് ഉള്ളത്. ഒരു സ്റ്റാൻഡേർഡ് വേരിയൻ്റ് ഉണ്ട്, പിന്നെ ഡൈനമിക് കിറ്റ് ഉണ്ട്, പിന്നെ ഡൈനമിക് പ്രോ കിറ്റ് ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് ഫീച്ചേഴ്സിൻ്റെ പൊടിപൂരമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് വന്നിരിക്കുന്നത് ഫ്രണ്ടിൽ അഡ്ജസ്റ്റബിൾ സസ്പെൻഷൻ. ഓഫ് കോഴ്സ് എനിക്കിത് വേണമെന്നുണ്ടായിരുന്നു ട്രാക്ക് റൈഡിനുള്ളതുകൊണ്ട്. പിന്നെ ഒബ്വിയസ്ലി ഇതിന് ഡീഫോൾട്ടായിട്ട് അപ്പ് ആൻഡ് ഡൗൺ ക്വിക്ക് ഷിഫ്റ്റർ വരുന്നുണ്ട്, റേസ് ക്വിക്ക് ഷിഫ്റ്റർ വരുന്നുണ്ട്. പിന്നെ ഇതിന് ഹീറ്റഡ് ആൻഡ് കൂളിംഗ് സീറ്റ് വരുന്നുണ്ട്. ഇത് ഞാൻ ആക്ച്വലി അങ്ങനെ നോക്കി വാങ്ങിച്ചൊരു ഫീച്ചറല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ട്രാക്ക് ബൈക്കാണ്, ഫസ്റ്റ് ഓഫ് ഓൾ ടൂറിംഗ് ബൈക്കൊന്നുമല്ല. ബട്ട് സ്റ്റിൽ ഹീറ്റഡ് കൂളിംഗ് സീറ്റ് എന്നൊക്കെ പറഞ്ഞപ്പം ഒരു ഭംഗി കേൾക്കാൻ. അപ്പം യൂസ് ചെയ്ത് നോക്കി ഒരു രസമൊക്കെ ഉണ്ട്. ഹീറ്റഡ് യൂസ് ചെയ്തില്ല, കൂളിംഗ് ആണ് യൂസ് ചെയ്യാറ് കൂടുതൽ. അപ്പം AC ഒക്കെ ഇട്ട് തണുപ്പിച്ച് ഇങ്ങനെ പോവാം. പിന്നെ ഈ വണ്ടിക്ക് ബ്രാസ് ചെയിൻസ് ആണ് വരുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ജനറലി ആൾക്കാർ ചെയ്ത് കണ്ടിട്ടുള്ളത്. ഇത് TVS റേസിങ്ങിൻ്റെ കളറിലാണ് ഈ ഒരു ഡൈനമിക് പ്രോ കിറ്റ് ചെയ്ത് കണ്ടിട്ടുള്ളത്. ഈ ഒരു ബൈക്ക് ചെയ്തിട്ടില്ല, അതായത് ഈ ഒരു കളർ സ്കീമിൽ ചെയ്തിട്ടില്ല. അപ്പോൾ ഒബ്വിയസ്ലി ബ്ലാക്ക് കളർ എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചോളം ഭയങ്കര ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളറാണ്. പിന്നെ കുറച്ചുകൂടെ ഒന്ന് വെച്ചതിന് ശേഷം ഞാൻ ഇത് ഫുള്ളി ബ്ലാക്ക് ആക്കാനുള്ള ഒരു പ്ലാനുണ്ട്. ഷാസിയൊക്കെ വൈറ്റ് ആയിരിക്കും, ബട്ട് ഈ ഭാഗമൊക്കെ ഒന്നും കൂടെ ഒന്ന് ഫുള്ളി ബ്ലാക്ക് ആക്കാനുള്ള ഒരു പ്ലാനുണ്ട്. അപ്പോൾ വണ്ടി കാണാൻ എങ്ങനെയുണ്ട്, ലുക്ക് എങ്ങനെയുണ്ട് എന്നുള്ളത് പറയാം. ഓണസ്റ്റ്ലി ഞാൻ ഈ വണ്ടി ഇതുവരെയും റോഡിൽ കണ്ടിട്ടില്ല. ഈ കളർ വേരിയൻറ്റിൽ കണ്ടതെല്ലാം തന്നെ യെല്ലോ ആയിരുന്നു. അപ്പം വണ്ടി എങ്ങനെയുണ്ടെന്ന് പറയാം. അപ്പോൾ നമുക്ക് കുറച്ച് ദൂരം ഓടിച്ചിട്ടൊക്കെ സംസാരിക്കാം. എന്തുകൊണ്ട് ഞാൻ ഈ ബൈക്ക് എടുത്തു എന്നുള്ളത് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് വണ്ടി ക്രാങ്ക് ചെയ്യാം. അപ്പോൾ എനിക്ക് ഉറപ്പാണ് നിങ്ങൾ പലർക്കും ഭയങ്കര ഡൗട്ട് ഉണ്ടാവും എന്തുകൊണ്ട് ഞാൻ ഈ ഒരു ബൈക്ക് എടുത്തു. അതായത് ഇതൊരു സ്പോർട്സ് ബൈക്കല്ല. ഒബ്വിയസ്ലി ഞാനൊരു സ്പോർട്ട് ബൈക്കിൻ്റെ റീപ്ലേസ്മെൻറ്റാണ് ഞാൻ നോക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയട്ടെ, ഒരു അപ്ഗ്രേഡ് എന്നുള്ള ലെവലിലൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. കാരണം എൻ്റെ അവസാനത്തെ വീഡിയോ RC390 മുകളിലുള്ള വീഡിയോ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. ആക്ച്വലി ആ ബൈക്കിനൊരു റീപ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ് കണ്ടുപിടിക്കുക. അത് സിംഗിൾ സിലിണ്ടേഴ്സിൽ. 2 സിലിണ്ടർ ആകുമ്പോൾ നമുക്ക് വേണമെങ്കിൽ അപ്രിലയുടെ RS 457 അങ്ങനെ എന്തെങ്കിലുമൊക്കെ നോക്കാം. പക്ഷേ ഒരു സിംഗിൾ സിലിണ്ടറിൽ അതിന് റീപ്ലേസ് ചെയ്യാൻ അത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇതിനൊരു അപ്ഗ്രേഡ് എന്നൊന്നും വിളിക്കാൻ പറ്റില്ല. അപ്പോൾ പവർ ഫിഗേഴ്സൊക്കെ നോക്കുകയാണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും ആ ഒരു RCൻ്റെ അടുത്ത് ഇപ്പോഴത്തെ ഒരു വണ്ടിയും, അതായത് എക്സിസ്റ്റിംഗ് ഡ്യൂക്ക് പോലും കുറച്ചുകൂടെ ഒന്ന് എന്താ പറയുക ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സൈഡായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ആ ഒരു വണ്ടിയുടെ ഒരു ഫീൽ എനിക്ക് വേറെ ഒന്നിലും കിട്ടിയിട്ടില്ല. പക്ഷേ ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളൊന്നും കൂടെ ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. കാരണം എന്തുകൊണ്ട് ഞാൻ RC390 കൊടുത്തു എന്നുള്ളത് ആ ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ ഇതാ ഈ വീഡിയോ നോക്കിയാൽ മതി. അപ്പോൾ ഒബ്വിയസ്ലി എൻ്റെ യൂസ് എന്ന് പറയുന്നത് മെയിൻലി ട്രാക്കാണ്. പക്ഷേ ഇതിപ്പോൾ കുറേ റോഡിലാണ് ഓടിച്ചപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഒരു 1600 and something കിലോമീറ്റേഴ്സ് ഓടിച്ചു. 1700 ഇപ്പോൾ ആവും. അപ്പം ഇത്രയൊക്കെ ഓടിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റണ്ണിൻ ചെയ്യുന്നുണ്ട്. ആക്ച്വലി റണ്ണിൻ വളരെ വൃത്തിയായിട്ട് ചെയ്യണം. കാരണം ഒന്നാമത്തെ ട്രാക്ക് ബൈക്കാണ്. അപ്പോൾ ഓൾമോസ്റ്റ് ഓൾ ദ ടൈം ഞാൻ ത്രോട്ടിൽ ലോക്ക് ചെയ്താണ് പിടിക്കാൻ പോകുന്നത്. അങ്ങനെ നോക്കുന്നൊരു സമയത്ത് തീർച്ചയായിട്ടും റണ്ണിൻ ചെയ്ത് വൃത്തിക്ക് കൊണ്ടു കൊടുക്കുന്ന ഒരു ബൈക്കായിരിക്കണം. അപ്പം 2000 കിലോമീറ്റേഴ്സാണ് ഞാൻ ഇതിനോട് റണ്ണിൻ ചെയ്യാനുള്ള പരിപാടി. അപ്പം ഇതുവരെ ഞാൻ ടോപ്പ് സ്പീഡൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്താ പറയുക, കുറച്ചുകൂടെ ഒന്ന് ഈസി ആയിട്ടാണ്. ട്രാക്കിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഫുൾ ടൈം നമ്മൾ ഓൾമോസ്റ്റ് റെഡ് ലൈനിലായിരിക്കും ഓടിക്കാം. അപ്പോൾ അതിന് മുമ്പായിട്ട് എനിക്കൊരു 2000 കിലോമീറ്റേഴ്സ് ഓടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പം റണ്ണിൻ ചെയ്യുന്നുണ്ടായിരുന്നത്. അപ്പം ഒബ്വിയസ്ലി ഞാൻ ഈ പറഞ്ഞ പോലെ RC390 ഡയറക്റ്റ് കോണ്ടൻറ്റർ എനിക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പുതിയ RC390 എങ്ങനെയുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ 2023-24 സെല് ചെയ്യുന്ന RC390 എങ്ങനെയുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ RC390 ഞാൻ ആക്ച്വലി വെയിറ്റ് ചെയ്യുന്നതായിരുന്നു. അതായത് 2024 തന്നെ പുതിയൊരു RC390 ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ അത് ഇതുവരെ വന്നിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ 373cc ഉള്ള RC390 ഇപ്പോൾ അവിടെ വെച്ചത്. ആ ഒരു RC അവിടെ കിടക്കട്ടെ എന്നുള്ളൊരു ഇതിലാണ്. പിന്നെ മൊത്തത്തിൽ ഞാൻ എല്ലാ ബൈക്കും ഒന്ന് നോക്കി. അതായത് 300 to 400cc ഇപ്പം നമുക്ക് ട്രാക്ക് യൂസിന് ചെയ്യാൻ പറ്റിയ എല്ലാ ബൈക്കുകളും. നമുക്കിപ്പോൾ റോയൽ എൻഫീൽഡ് 350 അങ്ങനത്തെ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊന്നും ഞാൻ കൺസിഡറേഷനിലേക്ക് എടുത്തില്ല. ആദ്യമേ നോക്കി വന്നപ്പോൾ നമുക്ക് ഡ്യൂക്കാണുള്ളത്. ഡ്യൂക്ക് എന്ന് പറയുന്നത് ആക്ച്വലി ഒരു വലിയൊരു കോമ്പറ്റീറ്റർ തന്നെയായിരുന്നു ഇതിന്. ഡ്യൂക്ക് 390 ഞാൻ ആ വണ്ടി എക്സ്റ്റെൻസീവായിട്ട് ഓടിച്ചതാണ്. പൂനെ പോയപ്പോൾ ഓടിച്ചിട്ടുണ്ടായിരുന്നു, അല്ലാതെ ഇവിടെ ഓടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതേ എഞ്ചിൻ തന്നെയാണ് ആക്ച്വലി, നിങ്ങൾക്ക് അറിയുമോ എന്നറിയില്ല, അതേ എഞ്ചിൻ തന്നെയാണ് നമുക്ക് ട്രയംഫിൻ്റെ സ്ക്രാംബ്ലർ 400-ലും സ്പീഡ് 400-ലൊക്കെ വരുന്നത്. അപ്പോൾ അതേ 399cc ആണ് വിത്ത് എ ഡിഫറെൻറ്റ് സ്റ്റേറ്റ് ഓഫ് ട്യൂണിങ്. അതല്ലാതെ ആ ഒരു എഞ്ചിനിൽ വേറെ വ്യത്യാസമൊന്നും വന്നിട്ടില്ല.
എനിക്ക് മസ്റ്റായിട്ടും ട്രാക്ക് ബൈക്കിൽ വേണമെന്ന് തോന്നിയ കുറച്ച് കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒബ്വിയസ്ലി കുറച്ച് ഫീച്ചേഴ്സ് കിട്ടിയാൽ കൊള്ളുന്നുണ്ട്. ക്വിക്ക് ഷിഫ്റ്റർ എനിക്ക് മാൻഡേറ്ററി ആയിരുന്നു. പിന്നെ സ്ലിപ്പ് ക്ലച്ച് വേണമെന്നുണ്ടായിരുന്നു. പിന്നെ റൈറ്റ് ബൈ വൈ ത്രോട്ടിലാണെങ്കിൽ കുറച്ചുകൂടി ഒരു ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു ത്രോട്ടിൽ റെസ്പോൺസ് കിട്ടും. അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ ഒരു ബേസിക് നെസസിറ്റി എന്ന് പറയുന്നത്. പിന്നെ ലുക്ക്, ഡ്യൂക്കിന് ആക്ച്വലി നല്ല ലുക്ക് ഉണ്ട്. പുതിയ ഡ്യൂക്കിൽ ആക്ച്വലി ഞാൻ വളരെ കൺവിൻസ്ഡ് ആയിരുന്നു. ഞാൻ 390 കുറിച്ചാണ് പറയുന്നത്, ഞാൻ 250 നോക്കിയിട്ടില്ല. 390 ഞാൻ കൺവിൻസ്ഡ് ആയിരുന്നു. പക്ഷേ കുറച്ച് കാര്യങ്ങളിൽ ഐ വാസ് ആക്ച്വലി കൺഫ്യൂസ്ഡ് വിത്ത് ദ ഡ്യൂക്ക് ഇസ് ദാറ്റ് ഡ്യൂക്കിൻ്റെ ക്വിക്ക് ഷിഫ്റ്റർ, അതായത് ആദ്യം ഓടിച്ച സമയത്ത് എനിക്ക് പഴയ RC 390 യൂസ് ചെയ്ത ക്വിക്ക് ഷിഫ്റ്ററിനെക്കാളും ബെറ്റർ ആയിട്ട് തോന്നി. ഫൈനലി ഞാൻ ഹുസ്ക്വറിനൊക്കെ ഓടിച്ച സമയത്ത് ഐ വാസ് നോട്ട് സോ കൺവിൻസ്ഡ് വിത്ത് ക്വിക്ക് ഷിഫ്റ്റർ. ഡ്യൂക്കിൻ്റെ ക്വിക്ക് ഷിഫ്റ്ററിന് എപ്പോഴും ഒരു പ്രശ്നമുണ്ട്, അത് ആ ഒരു സിംഗിൾ സിലിണ്ടർ കൊടുക്കുന്നതിന് പ്രശ്നമാണ്. ഇപ്പോൾ ഡ്യൂക്കിൻ്റെ 790 ഓടിച്ചിട്ടുണ്ടാകും, അതിനൊന്നും ഒരു വിഷയമല്ല, അതിൻ്റെ ഷിഫ്റ്റിംഗ് ഒക്കെ ഭയങ്കര സ്മൂത്താണ്. ശരിയാണ്, അത് ഓസ്ട്രിയൻ മെയ്ഡ് ബൈക്കാണ് ഡ്യൂക്ക് 790 എന്ന് പറയുന്നത്. പക്ഷേ എന്തുകൊണ്ടോ KTM അതുപോലെയുള്ള ഒരു ക്വാളിറ്റി ഉള്ളൊരു ഷിഫ്റ്റർ അതിൻ്റെ മുകളിൽ കൊടുക്കുന്നില്ല. അപ്പം അതൊരു ഡൗൺ സൈഡ് ആയിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയത്. പിന്നെ ഐ വാസ് ആക്ച്വലി ലുക്കിംഗ് അറ്റ് ദ എഞ്ചിൻ. 399cc പുതിയ എഞ്ചിനാണ്. അപ്പം അതൊരു ബ്രാൻഡ് ന്യൂ എഞ്ചിനാണ്. നിങ്ങൾ തന്നെ ഇപ്പോൾ ഒരു വണ്ടി വാങ്ങുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം പോയിട്ട് ഈ 399cc ഇപ്പം റിപ്പോർട്ട് ചെയ്തുള്ള പുതിയ ഇഷ്യൂസ് ഏതൊക്കെയാണെന്ന് നോക്കി കഴിഞ്ഞാൽ ഒരു ലിസ്റ്റ് ഓഫ് ഇഷ്യൂസൊക്കെ കാണാം. അപ്പോൾ അതൊക്കെ നോക്കിയൊരു സമയത്ത് ഞാൻ വിചാരിച്ചു, ഓക്കെ ലെറ്റ് മീ ഗിവ് KTM സം മോർ ടൈം, ഞാനിതിലേക്ക് എൻ്റർ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. പിന്നെയുള്ള ഓപ്ഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ യെസ് ഓഫ് കോഴ്സ് ഇതിൻ്റെ തന്നെ സിബ്ലിങ്സ് ആയ BMW G310R ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഡയറക്റ്റ് സിബ്ലിംഗ് ആയിട്ടുള്ള നമ്മുടെ RR310 ഉണ്ട്. പിന്നെ RR310 വേറൊരു സിബ്ലിംഗ് ആയ BMW 310RR ഉണ്ട്. അങ്ങനത്തെ ഒരു ഓപ്ഷൻ നിൽക്കുന്ന ഒരു സമയത്താണ് ഞാൻ ഈ ഒരു ബൈക്ക് ഓടിച്ചത്. അപ്പം ഈ ഒരു ബൈക്കിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ഞാൻ കണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 310cc എന്ന് പറയുന്നത് ഓൾറെഡി പ്രൂവ്ഡ് ആയിട്ടുള്ളൊരു എഞ്ചിനാണ്, കുറച്ച് കാലമായിട്ട് നിൽക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ തന്നെ ഇൻഡസ്ട്രിയിൽ കുറച്ച് ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ബൈക്കുകളൊന്നും തന്നെ എനിക്ക് നോക്കണമെന്നില്ല. അങ്ങനെ നോക്കുമ്പോഴാണ് ഈ ഒരു ബൈക്ക് ഞാൻ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നത്. അതിന് രണ്ട് കാരണങ്ങളാണ്. ഒന്ന്, ഇതിൽ വന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളും പുതിയതാണ്, അതായത് ഇതിൻ്റെ ഫീച്ചേഴ്സ് എല്ലാം പുതിയതാണ്. പിന്നെ ഞാൻ എൻ്റെ റിവ്യൂ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഒരു 310cc ഏറ്റവും പവർ ടു വെയിറ്റ് റേഷ്യോ കൂടിയിട്ടുള്ള ഒരു ബൈക്കാണിത്. അതായത് ഇത് കുറച്ചുകൂടി ഫാസ്റ്റ് ആക്സിലറേറ്റിംഗ് ആണ്, ഇത് കുറച്ചുകൂടി ഈസിയാണ് ഓടിക്കാൻ. വളരെ സ്മൂത്ത് ആയിട്ടുള്ള റൈഡ് ഫീൽ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഭയങ്കര ഈസി ആയിട്ട് ഫ്ലിക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ട്രാക്കിലേക്ക് ഞാൻ ഇത്തവണ ഒബ്വിയസ്ലി നോക്കിയത് ഒരു നേക്കഡ് ബൈക്ക് തന്നെയാണ്. നേക്കഡ് ബൈക്ക് എടുത്ത് ട്രാക്കിൽ പോയിട്ടുള്ള ഒരു പഠനം തന്നെയാണ് ഞാൻ ഇത്തവണ എയിം ചെയ്തത്. അങ്ങനെ നോക്കിയൊരു സമയത്താണ് ഈ ഒരു ബൈക്കാണ് ആക്ച്വലി എനിക്ക് വേണ്ട ബൈക്ക് എന്ന് തോന്നിയത്. പിന്നെ ഒബ്വിയസ്ലി ഞാൻ 2 സിലിണ്ടേഴ്സിലേക്ക് നോക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്രിലിയുടെ 457 എന്ന് പറയുന്നത് നല്ലൊരു ബൈക്കാണെന്നറിയാം, പക്ഷേ എനിക്കതിന് ഇൻവൈറ്റ് ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഓടിച്ച ആൾക്കാരുടെ അടുത്ത് ഞാൻ ചോദിച്ചു അതിൻ്റെ ഒരു ഫീഡ്ബാക്ക് എങ്ങനെയുണ്ടെന്ന്. അപ്പം ഫീഡ്ബാക്കൊക്കെ നന്നായിട്ട് തന്നെയാണ് കിട്ടിയത്. പക്ഷേ ഫൈനലി എൻഡ് ഓഫ് ദ ഡേ അത് കുറച്ചുകൂടെ കോസ്റ്റ്ലിയർ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. Ninja 300 ഇസ് ഓൾസോ ലൈക്ക് ദ Ninja 300 ഭയങ്കര കുറച്ചൊന്ന് ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ളൊരു ബൈക്കായിട്ട് തോന്നി. ഇതിപ്പോൾ ഭയങ്കര അപ്ഡേറ്റഡ് ബൈക്കാണ് Ninja ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എന്നൊന്നുമല്ല ഞാൻ പറഞ്ഞു വരുന്നത്. ബട്ട് സ്റ്റിൽ മൊത്തത്തിൽ നോക്കുന്ന സമയത്ത് ഒരുപാട് നാളായിട്ട് സ്റ്റാഗ്നൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ബൈക്കായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് Ninja 300 എന്ന് പറയുന്നത്. പിന്നെ R3 ഞാൻ ട്രാക്കിൽ ഓടിച്ചു. R3 ആക്ച്വലി എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ R3 വെച്ച് നോക്കുന്ന ഒരു സമയത്ത് പുതിയ R3ക്ക് ആ ഒരു വൈബ് കിട്ടുന്നില്ല. അതായത് സംഭവം കൊള്ളാം, BS6 ആണ്, സ്മൂത്തറാണ്, നമുക്ക് പൊളിച്ച് ഓടിക്കാം. പിന്നെ ഞാൻ ഓടിച്ചത് ബുദ്ധിലും കൂടിയാണ്, അതുമാണ് വേറെ ഒരു പ്രശ്നം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബുദ്ധ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുന്ന ഒരു സർക്യൂട്ടാണ്. അവിടെ ഓടിച്ച സമയത്ത് R3 ഒട്ടും പവർ ഇല്ലാണ്ട് നിന്നു. പക്ഷേ ഞാൻ R3യുടെ ടൈമിങ്സും കാര്യങ്ങളൊക്കെ നോക്കിയപ്പോൾ നല്ല ഡീസൻ്റ് ആയിരുന്നു. പക്ഷേ പഴയ R3, അതായത് ഞാൻ ഈ ചാനലിൽ റിവ്യൂ ചെയ്ത R3 ഒക്കെ ഉണ്ട്, അതൊരു എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ R3 തന്നെയാണ്. അതൊക്കെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഡീറ്റ്യൂൺഡ് ആയതുപോലെ തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു വൈ ടു സ്പെൻഡ് ഓൾമോസ്റ്റ് 5 to 6 lakh എന്നിട്ടും നമുക്ക് ആ ഒരു സന്തോഷം തോന്നുന്നൊരു ബൈക്ക് കിട്ടുന്നില്ല. ഇതാകുമ്പോൾ ഏറ്റവും ഈ പറഞ്ഞ ബൈക്കുകളെല്ലാം തന്നെ ഏറ്റവും കോസ്റ്റ് എഫക്റ്റീവ് ആണ്. പിന്നെ TVSൻ്റെ സർവീസാണ്, അപ്പം സർവീസ് ബിൽസും അധികം വരില്ല എന്ന് എക്സ്പെക്ട് ചെയ്യുന്നു. അങ്ങനെയാണ് ഈ ഒരു ബൈക്കിലേക്ക് നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്തത്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ എനിക്ക് കുറച്ചുകൂടി ടെക്നിക്കലായിട്ട് പഠിക്കാനുള്ളൊരു ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് ഫുള്ളി അഡ്ജസ്റ്റബിൾ സസ്പെൻഷൻ വേണം എന്നുള്ളൊരു നിർബന്ധം എനിക്കുണ്ടായിരുന്നത്. അപ്പോൾ ഇപ്പോൾ സസ്പെൻഷൻ്റെ മുകളിൽ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒക്കെ പഠിച്ചുകൊണ്ട് വരികയാണ്. ഇപ്പോൾ ടോറിംഗ് സെറ്റപ്പിലാണ് ഇട്ടുള്ളത്. ഞാൻ നിർത്തുന്ന സമയത്ത് ഇത് കുറച്ചുകൂടെ ഹാർഡർ ആക്കി ഇടാറുണ്ട് ഒന്ന് കോർണർ ചെയ്യുന്ന സമയത്ത്. പിന്നെ ക്വിക്ക് ഷിഫ്റ്റർ നെക്സ്റ്റ് ലെവൽ, അതിലൊരു സംശയമില്ല. ഞാൻ ഈ എന്താ പറയുക ഹോൾ സിംഗിൾ സിലിണ്ടർ ഓടിച്ചതിൽ ഏറ്റവും സ്മൂത്തസ്റ്റ് ക്വിക്ക് ഷിഫ്റ്റർ ഇതിൻ്റെ മുകളിലാണ്, സംശയമൊന്നുമില്ല. ഇതിനിപ്പോൾ ഒരു കമ്പാരിസൺ പറയുകയാണെങ്കിൽ ഡെഫിനറ്റായിട്ട് ഡ്യൂക്കിൻ്റെ ക്വിക്ക് ഷിഫ്റ്ററിനേക്കാളൊക്കെ വേ ഹെഡാണ്. ഞാൻ കവാസാക്കിയുടെ ഒരു ZX6R ഓടിച്ചിട്ടുണ്ടായിരുന്നു പണ്ട് കുറച്ച് കാലം മുന്നേ. അതിൻ്റെയൊക്കെ ഒരു സ്മൂത്ത്നെസ്സിലേക്ക് എക്സ്പെക്ട് ചെയ്യുന്ന രീതിയിലുള്ളൊരു ക്വിക്ക് ഷിഫ്റ്ററായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഞാൻ പറയുന്ന ഒരു കവാസാക്കിയുടെ ഒരു കമ്പാരിസൺ ഇത് വരുന്നുണ്ടെന്നല്ല, പക്ഷേ ക്വിക്ക് ഷിഫ്റ്റർ ഇസ് നെക്സ്റ്റ് ലെവൽ. ഇത് റേസ് ട്യൂൺ ക്വിക്ക് ഷിഫ്റ്ററാണ്, അതിലൊരു സംശയമില്ല. അപ്പം അങ്ങനെയാണ് നമ്മൾ ഈ ഒരു ബൈക്കിൻ്റെ മുകളിൽ ഇപ്പോൾ ലാൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പം കൂടുതൽ വീഡിയോസൊക്കെ ഇതിൻ്റെ മുകളിൽ വരുന്നതായിരിക്കും. ഇത് പിന്നെ ഞാൻ ഓൺ ചെയ്ത് തന്നെയാണ് ഓടിക്കുന്നത്. ഇത് കുറച്ച് കാലം കയ്യിൽ വെക്കുന്നതൊന്നുമല്ല, ഇത് ഞാൻ വാങ്ങിച്ച ബൈക്ക് തന്നെയാണ്. അപ്പം ദിസ് വിൽ ബി ഓൾവേസ് വിത്ത് മീ. മേ ബി ഞാനൊരു 1-2 കൊല്ലം കഴിയുന്ന സമയത്ത് ഒന്നും കൂടെ വീണ്ടും അപ്ഗ്രേഡ് ചെയ്യണമെന്ന് തോന്നുകയാണെങ്കിൽ അപ്ഗ്രേഡ് ചെയ്യുമായിരിക്കും. എനിക്കറിയില്ല, അത് ഓവർ ദി ഇയേഴ്സ് ഈ ഒരു വണ്ടിയോട് എനിക്ക് തോന്നുന്ന സ്നേഹം പോലെ ഇരിക്കും.
ഞാനത് എങ്ങനെയാണ് ചെയ്തതെന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇപ്പോൾ വാങ്ങിച്ച് ഇപ്പം ഓൾമോസ്റ്റ് 1700 കിലോമീറ്റേഴ്സൊക്കെ ഓടിച്ചൊരിത് വെച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ അത്യാവശ്യം വളരെ സാറ്റിസ്ഫൈഡ് ആണ്. ഞാൻ ആ ഒരു മേക്ക് ചെയ്തൊരു ചോയ്സ് എന്ന് പറയുന്നത് കറക്റ്റാണ്. ഇനിയിപ്പോൾ ഇത് ട്രാക്കിലേക്ക് എടുക്കാനുണ്ട്. അതിനുശേഷം ഞാൻ ഒരു ട്രാക്ക് ഓറിയൻറ്റഡ് ആയിട്ടുള്ള റിവ്യൂ ചെയ്യുക, പിന്നെ ടൂറിംഗ് ഓറിയൻറ്റഡ് ആയിട്ട് ചെയ്യുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇത്രയും ഓടിച്ചത് ടൂറിങ്ങിന് വേണ്ടിയിട്ട് തന്നെയാണ്. ഇപ്പോൾ ഈ ഒരു 2000 കിലോമീറ്റേഴ്സ് കഴിഞ്ഞതിന് ശേഷം ഞാൻ ബെറ്റർ ആയിട്ടുള്ളൊരു ടയർ ഇട്ടതിന് ശേഷം ഇത് ഡെഡിക്കേറ്റഡ് ആയിട്ട് ഞാൻ ഒരു ട്രാക്ക് ബൈക്ക് ആക്കാനാണ് പരിപാടി. അപ്പോൾ അത്രയൊക്കെയാണ് നമ്മുടെ പുതിയ ബൈക്കിൻ്റെ വിശേഷം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചേഞ്ചിനെ കുറിച്ച് എന്ത് തോന്നുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ പറയാം. പിന്നെ ഒബ്വിയസ്ലി എനിക്കറിയാം KTM ഒരുപാട് ആരാധകരുണ്ട്. ഞാനും ഒരു BS3 KTM RC390 ആരാധകനാണ്. അപ്പോൾ അത് വെച്ച് നോക്കുന്ന സമയത്ത് എനിക്ക് ഡെഫിനറ്റ്ലി പറയാനുള്ളത് അതിൻ്റെ ഒരു റീപ്ലേസ്മെൻറ്റാണ് ചോദിക്കുന്നതെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അങ്ങനെ ഒരു ബൈക്കേ ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഇതിലേക്ക് വന്നത്. സോ ലെറ്റ്സ് കീപ് ദാറ്റ് അപ്പാർട്ട്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഈ ഒരു അപ്ഗ്രേഡിനെ കുറിച്ച് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഓവർ ദ പീരീഡ് ഈ ഒരു ബൈക്കിനോട് എനിക്ക് തോന്നുന്ന ഇഷ്ടവും അനിഷ്ടങ്ങളും ബാക്കി എല്ലാ കാര്യങ്ങളും ഞാൻ വീഡിയോ ആയിട്ട് തന്നെ പറയുന്നതാണ്. പ്രോബബ്ലി ഒരു 4 മാസം അല്ലെങ്കിൽ 5 മാസം കഴിയുന്ന ഒരു സമയത്ത് ഞാൻ ഇതിൻ്റെ ഒരു ഓണർഷിപ്പ് വീഡിയോ ഞാൻ ചെയ്യാം. എനിക്കറിയാം ഒരുപാട് ഓണർഷിപ്പ് വീഡിയോസ് എനിക്കിപ്പോൾ പെൻഡിങ് ഉണ്ട്. ബട്ട് സ്റ്റിൽ ഇതിൻ്റെ ഒരു ഓണർഷിപ്പ് വീഡിയോ ഞാൻ ആസ് സൂൺ ആസ് പോസിബിൾ ഞാൻ ചെയ്യാം. ഇത്തവണ ആക്ച്വലി ഞാൻ പ്ലാൻ ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ട് ഐ ആക്ച്വലി ലൈക്ക് അബൌട്ട് റിവ്യൂ മോട്ടോർ സൈക്കിൾസ് ഇസ് ദാറ്റ് ഇതുപോലെ എനിക്ക് ഓൺ ചെയ്ത് എപ്പോഴെങ്കിലുമൊക്കെ ഒരു ബൈക്കിൻ്റെ റിവ്യൂ ചെയ്യാൻ പറ്റിയ അത് ഭയങ്കര ഒരു വാല്യൂ അഡീഷൻ ആണെന്ന് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്. അപ്പം ഇത് അതിൻ്റെ ഒരു ആദ്യത്തെ സ്റ്റെപ്പ് ആവട്ടെ. അത് കുറച്ച് നല്ല ഡിമാൻഡുള്ളൊരു ബൈക്ക് നമുക്ക് ആക്ച്വലി ഓൺ ചെയ്തതിന് ശേഷം ഇതുപോലെ ഒരു ലോങ് ടേം റിവ്യൂ ഒക്കെ ഇടാൻ പറ്റിയാൽ നന്നായിരിക്കും. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഷോ സം ലവ് ഇൻ ദ ഫോം ഓഫ് ലൈക്സ് ആൻഡ് കോമെൻറ്റ്സ്. See you in the next video. Until then, bye-bye. സ്മൂത്ത് ഷിഫ്റ്റിങ് ഇതാണ്. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ റണ്ണിനാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെയാണോ പൊളിക്കുന്നത്? അപ്പോൾ റണ്ണെന്ന് പറഞ്ഞാൽ ആദ്യത്തെ 1000 കിലോമീറ്റേഴ്സാണ് ജനറലി RPM അധികം കയറ്റാതെ നോക്കുക. അതിനുശേഷം ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സഡൻ ത്രോട്ടിലാണ് ആക്ച്വലി എഞ്ചിനെ ഹാം ചെയ്യാറ്. അത് മാറ്റി നിർത്തിയിട്ട് കുറച്ചൊക്കെ ടോപ്പ് എൻ്റെ കയറാറുണ്ട്. ടോപ്പ് എൻ്റെ കയറാറ് നമുക്ക് എന്താ ആഘോഷം ഇതുപോലെ ഓപ്പൺ റോഡൊക്കെ കാണുന്ന സമയത്ത്. അപ്പം ബൈ, കാണാം.